നമുക്ക് കെമിസ്ട്രി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക. ചാപ്റ്റർ 9 അല്ലേ ഓൾറെഡി പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആട്ടോ ഒന്ന് നോക്കുന്നത്. ചാപ്റ്റർ 9 എക്സോതെർമിക് റിയാക്ഷൻ എന്താണ്, എൻഡോതെർമിക് റിയാക്ഷൻ എന്താണ്, അതുവരെയുള്ള പോർഷൻസ് പഠിച്ചതാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമുക്ക് അടുത്തത് പഠിക്കാൻ വേണ്ടത് തെർമോകെമിക്കൽ ഇക്വേഷൻസിനെ കുറിച്ച്, ജസ്റ്റ് ഒരു ഇക്വേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. എവിടെയെങ്കിലും വോയിസ് ക്ലിയർ ആവണില്ലെങ്കിൽ ഒന്ന് അറിയിക്കണേ. ജസ്റ്റ് മെസ്സേജ് ചെയ്താലും മതിയാവും ചാറ്റ് ബോക്സിൽ. ഇപ്പോ നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പറഞ്ഞുതരാം, അതിനുശേഷം പോയിന്റ്സ് മാർക്ക് ചെയ്യാനുള്ളത് പറയാം കേട്ടോ. ഇപ്പോ ഈ ഒരു പോർഷനിൽ തെർമോകെമിക്കൽ ഇക്വേഷൻസിന്റെ പോർഷനിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനുള്ളതേ ഉള്ളൂ. അല്ലാതെ എക്സാമിന്റെ കേസിലുള്ള രീതിയിൽ പോയിന്റ്സ് 1 by 1 പഠിക്കേണ്ടതില്ല. എന്താണ് എന്നുള്ള പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, അപ്ലൈ ചെയ്യാൻ അറിഞ്ഞാൽ മതി. ഇപ്പൊ തെർമോകെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന, ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ബ്ലൂ ഫസ്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യം. ഒരു തെർമോകെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവണു. അപ്പൊ ആ ഒരു റിയാക്ഷന്റെ കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ടാണ് ആ പ്രൊഡക്റ്റ് ആവുന്നത്, ഒരു പർട്ടിക്കുലർ റിയാക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ആരോ ഡയഗ്രാം അല്ലെങ്കിൽ റിയാക്ടന്റ് ആരോ പ്രോഡക്റ്റ്, ആ ഒരു റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്താ പറയാ തെർമോകെമിക്കൽ ഇക്വേഷൻ എന്ന് പറയാം. ഒരു തെർമോകെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4-5 കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് നമ്മളിപ്പോ റിയാക്ടൻസ് ആണെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലും അത് ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിരിക്കണം. സ്റ്റേറ്റ് ഓഫ് ദി റിയാക്ടന്റും പ്രോഡക്റ്റും. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ സിമ്പിൾ കൊടുക്കും. പൊതുവെ സിമ്പിൾ ആണല്ലോ നമ്മൾ ഉപയോഗിക്കുക. സിമ്പിൾ കൊടുത്ത് ആ ഒരു എലമെന്റ് അല്ലെങ്കിൽ ആ കോമ്പൗണ്ട് ഡിനോട്ട് ചെയ്തിട്ട് അതിന് താഴെ ആ ഒരു കോമ്പൗണ്ടിന്റെ സ്റ്റേറ്റ്, ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ്, ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ്, സോളിഡ് ആണെങ്കിൽ സോളിഡ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ലെറ്റർ ആൽഫബറ്റ് ഉപയോഗിച്ച് സ്മോൾ ലെറ്ററിൽ സർക്കിൾ ബ്രാക്കറ്റിൽ പാരന്തസിസിൽ നമ്മൾ കൊടുക്കും. സർക്കിൾ ബ്രാക്കറ്റിന് പറയുന്ന പേരാണ് പാരന്തസിസ്, അല്ലെങ്കിൽ നോർമലി സർക്കിൾ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുക്കും. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, താഴെ ബ്ലൂ ലൈനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഹീറ്റ് ഇൻവോൾവ് ആയിട്ടുള്ളത്, എത്രത്തോളം ഹീറ്റ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം ഹീറ്റ് എനർജിയാണ് നമ്മൾ ആ ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടി കൊടുത്തത് എന്നുള്ള രീതിയിൽ അതും കൂടി ഡിനോട്ട് ചെയ്തിരിക്കും. എനർജി ഓഫ് ദി റിയാക്ഷനും ആ ഒരു റിയാക്ഷന് ശേഷം നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അത് എഴുതാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഡെൽറ്റ എച്ച് എന്നുള്ള ലെറ്റർ ആണ് നമ്മൾ റെപ്രസെന്റേഷൻ കൊടുക്കുന്നുണ്ടാവുക. ഡെൽറ്റ എച്ച് എത്രയാണ് എനർജി എന്ന് കൊടുക്കും. ഡെൽറ്റ എച്ച് എന്താണെന്ന് നമ്മൾ ഇപ്പൊ തന്നെ പഠിക്കുന്നതാണ്, ഇപ്പൊ പറഞ്ഞുതരാം. പിന്നെ അടുത്ത ശ്രദ്ധിക്കാനുള്ള കാര്യം അലോട്രോപ്പുകൾ ഫോം ചെയ്യുകയാണെങ്കിൽ, അലോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിന്റെ തന്നെ ഡിഫറെന്റ് ഫോംസ്. ഇപ്പൊ കാർബണിന്റെ തന്നെ പല പല ഫോംസ് ആണ് ഗ്രാഫൈറ്റ്, ഡയമണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോ ഒരു കോമ്പൗണ്ടിന് അലോട്രോപ്സ് ആണ് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് അലോട്രോപ്പ് ആണ് ഫോം ചെയ്തേക്കുന്നത് എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുക്കും. അലോട്രോപ്പിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൽ കൂടുതലും കാർബൺ ഒക്കെ വരാം. ഇപ്പൊ കാർബണിന്റെ ഗ്രാഫൈറ്റ് ഫോം ആണോ, ഡയമണ്ട് ഫോം ആണോ, അല്ലെങ്കിൽ ഫുള്ളറിൻ ഫോം ആണോ, എന്താണെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് സ്റ്റേറ്റ്, ആ 3 സ്റ്റേറ്റ് കൂടാതെ നമുക്കിപ്പോ ആ കോമ്പൗണ്ട്സിനെ സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, അക്വസ് സൊല്യൂഷൻ ആയിട്ട്. അക്വസ് സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന കേസിൽ നമ്മൾ ബ്രാക്കറ്റിൽ അക്വസ് എന്നുള്ള ഒരു ടേമും കൂടി കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോ NaCl ഉപ്പാണല്ലോ, NaCl തന്നെ നമുക്ക് മോൾട്ട് ചെയ്ത് സൊല്യൂഷൻ ഫോമിലേക്ക് മാറ്റാം. പ്യുവർ NaCl നമ്മൾ ഉരുക്കിയിട്ടാണ് എന്താക്കുന്നത്, അതിന്റെ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റാം. ഇപ്പൊ സോളിഡ് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴല്ലോ അതിന്റെ ലിക്വിഡ് ഫോമിലേക്ക് മാറാം. ഇപ്പൊ സോളിഡ് ആയിട്ടുള്ള NaCl മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിക്വിഡിലേക്ക് കൺവേർട്ട് ആവും. അല്ലെങ്കിൽ അങ്ങനത്തെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കോമ്പൗണ്ട്സ് ആണെങ്കിൽ ആ ഒരു സോളിഡിനെ ഹീറ്റ് ചെയ്ത് നമ്മൾ ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അല്ലാതെ നമുക്ക് ചില സോളിഡ്സിനെ അല്ലെങ്കിൽ ചില ലിക്വിഡ്സിനെ ഏതെങ്കിലും അക്വസ് സൊല്യൂഷന് അല്ലെങ്കിൽ ഏതെങ്കിലും സൊല്യൂഷൻസിൽ ഡിസോൾവ് ചെയ്തിട്ട് അതിനെ സൊല്യൂഷൻ ഫോമിൽ യൂസ് ചെയ്യും. അക്വസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വാട്ടറിലായിരിക്കും ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവുക.
ഇപ്പൊ സപ്പോസ് നമ്മൾ റിയാക്ഷനിൽ അക്വസ് സൊല്യൂഷൻ ആണ് ഉപയോഗിക്കണമെങ്കിൽ അവിടെ എന്താ അക്വസ് സൊല്യൂഷൻ എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മൾ എന്തായിരിക്കും കൊടുക്കുക, ബ്രാക്കറ്റിൽ AQ എന്നായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. പിന്നെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പൊ നമ്മളൊരു റിയാക്ഷൻ പറയാണ്, എന്തെങ്കിലും കമ്പഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓക്സിജന്റെ പ്രസൻസിൽ ഏതെങ്കിലും സബ്സ്റ്റൻസ് ബേൺ ചെയ്യണം. അപ്പൊ ബേൺ ചെയ്യുമ്പോൾ എന്താ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സ് ആയിരിക്കും ഫോം ചെയ്യാം. അപ്പൊ ഓക്സിജൻ എന്താ, നമ്മൾ O2 എന്നല്ല റെപ്രസെന്റേഷൻ കൊടുക്കാം. അപ്പോ ഇക്വേഷൻ ബാലൻസ് ചെയ്ത് വരുമ്പോ ചിലപ്പോ ഒരു ഓക്സിജൻ മാത്രമാണ് റിയാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും അവിടെ ഹാഫ് O2 എന്നുള്ള രീതിയിൽ ഇക്വേഷൻ ബാലൻസ് ചെയ്ത് കൊടുത്താൽ മതിയോ. അപ്പൊ നമുക്ക് റിയാക്ഷന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ റിയാക്ഷൻ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ചിലപ്പോ എന്താ ഹാഫ് ഇന്റഗ്രൽസ് യൂസ് ചെയ്യും അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് യൂസ് ചെയ്യും എന്ന് പറയാം. അതായിരുന്നു 4th പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഈ 4 പോയിന്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് തരാം. ജസ്റ്റ് തെർമോകെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കെമിക്കൽ റിയാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ, അതിനെയാണ് തെർമോകെമിക്കൽ ഇക്വേഷൻ എന്ന് പറയാ. എന്തൊക്കെ ഉണ്ടാവും, റിയാക്റ്റൻസ് ഉണ്ടാവും, പ്രോഡക്ട്സ് ഉണ്ടാവും, ആരോ കൊടുത്തിട്ടുണ്ടാവും. റിയാക്റ്റൻസ് പ്ലസ് ഇട്ട് എഴുതും, ആരോ പ്രോഡക്ട്സ് എത്രയാന്ന് എഴുതും, കോമ നമ്മൾ എത്രത്തോളം എനർജി ഇവോൾവ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം എനർജിയാണ് ആ റിയാക്ഷനിൽ വന്നതെന്നുള്ള കാര്യവും കൊടുക്കും. ഇനി ഈ ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, പ്രോഡക്റ്റ് ആണെങ്കിലും റിയാക്റ്റന്റ് ആണെങ്കിലും അവരുടെ സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കണം. പിന്നെ എനർജി എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എന്തുണ്ടാവും, അലോട്രോപിക് ആയിട്ടുള്ള ഫോം ആണെങ്കിൽ ഏത് അലോട്രോപ്പ് എന്നുള്ള സ്പെസിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. അക്വസ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അക്വസ് എന്നുള്ള സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇക്വേഷൻ ബാലൻസ് ചെയ്യേണ്ട കേസുകളിൽ എല്ലാ ഇക്വേഷൻസും തന്നെ നമ്മൾ ബാലൻസ് ചെയ്ത് എഴുതാം. അതും ചില കേസിൽ മാത്രം ബാലൻസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹാഫ് O2 എന്നുള്ള രീതിയിൽ പോരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഹാഫ് അല്ലെങ്കിൽ 3/2 എന്നുള്ള രീതിയിൽ ഫ്രാക്ഷൻസ് ആണ് അവിടെ ആവശ്യമുള്ളത്. ഫ്രാക്ഷൻ ഉപയോഗിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫ്രാക്ഷൻസ് ഉപയോഗിക്കും. ഇനി ലാസ്റ്റ് വൺ എന്താ, അത് പറയുന്നതിന് മുമ്പ് ആ ഒരു റിയാക്ഷൻ ഒന്ന് നോക്കാമോ. എന്താ റിയാക്ഷനിൽ കാണിച്ചേക്കുന്നത്, ഈ റിയാക്ഷനില് ഇവിടെ എന്താ തന്നേക്കുന്നത്, H2 + half O2 എന്നാ കൊടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ മോളിക്യൂളും ഒരു ഓക്സിജൻ ആറ്റവും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്തു, ഒരു വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്തു. ഒരു വാട്ടർ മോളിക്യൂളിന്റെ കോമ്പോസിഷനിൽ എന്താ ഉള്ളത്, 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഒരു ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പൊ ഈ കേസിൽ നമുക്ക് എന്താ, ഒരു ഓക്സിജന്റെ ആറ്റം വേണ്ടതുള്ളൂ. പക്ഷേ ഈ ഓക്സിജൻ ഹൈഡ്രജൻ പോലത്തെ ഡയാറ്റോമിക് മോളിക്യൂൾസ്, ചില മോളിക്യൂൾസ് എന്താ 2 ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടേ ഇരിക്കുള്ളൂ. അവരെ നമ്മൾ എന്ത് പറയും, ഡയാറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയും. ഈ ഡയാറ്റോമിക് മോളിക്യൂൾസിനെ നമുക്ക് ആ O2 ഫോമാറ്റിൽ അല്ലെങ്കിൽ H2 ഫോമാറ്റിൽ എഴുതാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരു O എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റില്ല. കാരണം അവർ അൺസ്റ്റേബിൾ ആണ്. ഒരിക്കലും ഒരു റിയൽ വേൾഡിൽ അവരൊറ്റ സിംഗിൾ ഓക്സിജൻ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്താ ഡയാറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിൽ O2 എന്നോ H2 എന്നോ അല്ലെങ്കിൽ സിംപിളി ജനറൽ റെപ്രസെന്റേഷൻ ആയിട്ട് H2 എന്നുള്ള രീതിയിൽ ഡയാറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിൽ നമ്മൾ പറയുന്നുണ്ടാവാം. അപ്പോ ഇവിടെ പക്ഷെ നമുക്ക് ഇവിടെ റിയാക്ഷനിൽ എന്താ, 2 ഹൈഡ്രജൻ ആറ്റവും ഓരോ ഓക്സിജൻ ആറ്റവും കൂടെ റിയാക്ഷൻ നടക്കുന്നത്, എന്നിട്ട് ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് H2O. ഇപ്പോ 2 ഓക്സിജനും 2 ഹൈഡ്രജനും കൂടിയാണ് റിയാക്ട് ചെയ്യണമെങ്കിൽ അവിടെ പ്രോഡക്റ്റ് മീൻസ് അങ്ങനെ ഒരു ഫുൾ അങ്ങനെ എഴുതിയിരുന്നെങ്കിൽ അവിടുത്തെ പ്രോഡക്റ്റ് എന്താ H2O2 എന്നുള്ള രീതിയിലേക്ക് എല്ലാം മാറിയേനെ. പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്, അതിന്റെ റിയാക്ഷൻ കണ്ടീഷൻസ് വേറെയാണ്. പക്ഷെ ഇവിടെ അതുകൊണ്ട് ആ ഒരു സിഗ്നിഫിക്കൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഹാഫ് O2 എന്ന് എഴുതിയിട്ടുള്ളത്. മനസ്സിലായോ? ചില റിയാക്ഷൻ കണ്ടീഷനിൽ നമ്മുടെ റിയാക്ഷന്റെ റിക്വയർമെന്റ്സും അല്ലെങ്കിൽ എത്രത്തോളം റിയാക്റ്റൻസ് ആണ് പ്രോഡക്ട്സ് ആണ് അവിടെ റിയാക്ട് ചെയ്യണേന്നനുസരിച്ച് നമ്മൾ ചിലപ്പോൾ എന്താ ഹാഫ് ഇന്റഗ്രൽസ് അല്ലെങ്കിൽ ഹാഫ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രാക്ഷൻസിനെ തന്നെയാണ് ഹാഫ് ഇന്റഗ്രൽ എന്ന് പറയാ, കോഎഫിഷ്യന്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹാഫ് O2 ടേംസ് ഒക്കെ വരാം എന്നുള്ളതാണ് ആ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ റിയാക്ഷനിൽ തന്നെ കണ്ടോ, ഡെൽറ്റ H -242 എന്നാ പറഞ്ഞേക്കുന്നത്. എന്ന് പറയുമ്പോ 2 ഹൈഡ്രജൻ ആറ്റവും
ഒരു ഓക്സിജൻ ആറ്റവും കൂടി റിയാക്ട് ചെയ്ത് ഒരു വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യാൻ എത്ര എനർജി വേണം? 242 കിലോ ജൂൾ ആണ് വേണ്ടത്. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു ഇക്വേഷനിൽ ഹാഫ് മാറ്റണം. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിലെ ആ ഒരു ഹാഫ് ഇന്റഗ്രൽ പോയി കിട്ടും. അപ്പൊ എന്തായി റിയാക്ഷൻ നടന്നിട്ടുണ്ടാവാ? 2 ഓക്സിജൻ മോളിക്യൂൾ അല്ല ഹൈഡ്രജൻ മോളിക്യൂൾ ആയിട്ടുണ്ടാവും റിയാക്ഷനിൽ. ഫസ്റ്റ് എന്താ? ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ആയിരുന്നു. ഇവിടെ പിന്നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ 2 ഹൈഡ്രജൻ മോളിക്യൂളും ഒരു ഓക്സിജൻ മോളിക്യൂളായി. ഇവിടെ ഒരു ഓക്സിജൻ ആറ്റമേ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് എന്തുണ്ടായേ? 2 ഹൈഡ്രജൻ 2 വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്തു. അപ്പൊ ഒരു വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ 242 കിലോ ജൂൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ 2 വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യണമെങ്കിലോ അത്രയും തന്നെ എനർജി വീണ്ടും ആവശ്യമാണ്. അപ്പൊ എന്താവും? ഒരെണ്ണത്തിന് 242 ആണെങ്കിൽ 2 എണ്ണത്തിന് അതിന്റെ 2 ടൈംസ് എനർജി ആവശ്യം വരും. അപ്പൊ എന്താ? ആസ് പെർ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അതിനെ നമ്മൾ ഈ ഫസ്റ്റ് കണ്ടിരിക്കുന്നതാണ് ഈ ഒരു റിയാക്ഷന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നമ്മൾ എന്ത് മോഡിഫിക്കേഷൻ വരുത്തിയാലും, മോഡിഫിക്കേഷൻ ഇൻ സെൻസ് എന്തെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് ആ ഒരു റിയാക്ഷന്റെ എനർജിയിലും വന്നിട്ടുണ്ടാവും. അതാണ് ഇത്രയും സെഷനിൽ ആവശ്യമുള്ളത്. ഇവിടെ നിങ്ങളിപ്പോ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഈ ലാസ്റ്റ് പോയിന്റ് മാത്രമാണ് ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ ഒരു പ്രിൻസിപ്പിൾ ആണ്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. മനസ്സിലായോ? ഇതില് ഇതിലിപ്പോ പഠിക്കേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് തെർമോകെമിക്കൽ ഇക്വേഷൻ എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഞാൻ പൊതുവെ ഇപ്പൊ കൊടുത്തേക്കുന്ന ഇന്നത്തെ നോട്ടിൽ ഫുള്ളും ബ്ലൂ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും പഠിക്കേണ്ട കാര്യങ്ങളും. അതിൽ റെഡ് ആണ്, അതിൽ ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ റെഡ് ആയിട്ടായിരിക്കും. ഇത്രയും പോർഷൻസിൽ അത്യാവശ്യം പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ബ്ലൂല് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ബ്ലൂല് തന്നെ എന്താണ് നിങ്ങൾ കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് നോക്കേണ്ടത് എന്നുള്ളത് റെഡിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും. ഏതെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കുന്നതിനൊപ്പം പറഞ്ഞു പോവാട്ടോ. പിന്നെ ഇവിടെ നമ്മളിപ്പോ എനർജിയുടെ കണ്ടപ്പോൾ എന്താ ഒരു മൈനസ് ആണ് കണ്ടത് അല്ലേ? അപ്പോ ഈ എനർജി ഞാൻ പറഞ്ഞു ഇവിടെ നമ്മളിപ്പോ ഹീറ്റ് ഇവോൾവ് ആയതോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തതായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി എക്സോതെർമിക് എന്താണ് എൻഡോതെർമിക് എന്താന്ന് പഠിച്ചു. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. എൻഡോതെർമിക് ആണെങ്കിൽ എന്താ? ഹീറ്റ് എനർജി സപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ റിയാക്ഷൻ നടത്തിയിട്ടുണ്ടാവുക അല്ലേ? അപ്പോ ഇപ്പൊ ഒരു സിസ്റ്റത്തിലേക്കുള്ള അഡീഷനെ മൊത്തം നമ്മൾ എന്താണ് പോസിറ്റീവായിട്ട് കാണും. അപ്പൊ ആ ഒരു സിസ്റ്റം സറൗണ്ടിങ് എന്താ? നമ്മൾ എന്താണോ കൺസിഡർ ചെയ്യുന്നത് അതിനെയാണ് സിസ്റ്റം എന്ന് പറയാ. ആ സിസ്റ്റത്തിന് പുറത്തുള്ള ബാക്കിയെല്ലാം എന്താ? നമ്മുടെ സറൗണ്ടിങ്സ് ആണ്. അതാണ് നമ്മുടെ ഇപ്പൊ ഈ ചാപ്റ്റർ തെർമോഡൈനാമിക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റാം. അപ്പൊ ആ സിസ്റ്റത്തിലേക്ക് വന്നേക്കുന്ന അഡീഷൻ ആയിട്ടുള്ള എനർജി, അഡീഷൻ ആയിട്ടുള്ള ഹീറ്റിനെ നമ്മൾ എന്ത് പ്ലസ് ആയിട്ട് ഡിനോട്ട് ചെയ്യും. അല്ലെങ്കിൽ അഡീഷൻ ആയിട്ട് വന്നിരിക്കുന്ന എനർജീനെ പ്ലസ് ആയിട്ടും ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്ന എനർജീനെ നമ്മൾ മൈനസ് ആയിട്ടായിരിക്കും കാണാം. ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. ഡെൽറ്റ എച്ച് ഇസ് നെഗറ്റീവ് ഫോർ എക്സോതെർമിക് റിയാക്ഷൻ ആൻഡ് പോസിറ്റീവ് ഫോർ എൻഡോതെർമിക് റിയാക്ഷൻ. അത് എല്ലാ കാലത്തും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് തന്നെ. എന്താ? എനർജി ആണ് ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ പഠിക്കും. എക്സോതെർമിക് റിയാക്ഷൻ ആകുമ്പോൾ എന്താ നടക്കുക? എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യാനുള്ളത്. അപ്പൊ ആ സിസ്റ്റത്തിൽ നിന്ന് എത്ര എനർജി ലോസ് ആയേക്കുക ചെയ്തേക്കുന്നത്. അപ്പൊ എന്താ? നെഗറ്റീവ്. എൻഡോതെർമിക് ആണെങ്കിലോ ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ അത്രയും എനർജി സപ്ലൈ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്താ? പോസിറ്റീവ് എന്നുള്ള രീതിയിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെഷനിൽ പഠിക്കാനുള്ളത് തെർമോകെമിക്കൽ ഇക്വേഷൻസിന്റെ പോർഷൻസിലുള്ളത്. ഇനി അടുത്തത് നമുക്ക് പ്യുവർലി തെർമോഡൈനാമിക്സിലേക്ക് നമ്മൾ കയറാം. ഇപ്പൊ ഫസ്റ്റ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിളി ഓരോരോ സിസ്റ്റം സറൗണ്ടിങ്സും ഓരോ റിയാക്ഷനെ കുറിച്ച്, റിയാക്ഷന് വേണ്ട ഒരു ശരിക്കും പ്രാക്ടിക്കലി ആ ഒരു റിയാക്ഷൻ പോസിബിൾ ആണോ എന്നുള്ള രീതിയിലുള്ള സ്റ്റഡീസ് ആണ് തെർമോഡൈനാമിക്സിൽ വരാം. എത്രത്തോളം ആ റിയാക്ഷൻ നടക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രിഡിക്ഷൻസ്.
അതൊക്കെയാണ് നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നുണ്ടാവുക. ഇപ്പൊ ഫസ്റ്റ് തെർമോഡൈനാമിക്സിനെ ബേസ് ആയിട്ട് 3 ലോസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ലോ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ലോയിൽ എന്താ പറയുന്നത്? ഫസ്റ്റ് ലോ ഇപ്പൊ നമ്മള് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ തന്നെ ഒരു വേറെ വേർഷൻ ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എല്ലാ കാലത്തും പഠിച്ചു വെക്കേണ്ട കാര്യമാണ്, അല്ലാതെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രം ആവശ്യമുള്ള കാര്യമല്ല. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ എന്താ പറഞ്ഞേക്കുന്നത്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. നമുക്ക് ഒരിക്കലും വൺസ് ഫോം ചെയ്ത എനർജീനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യാനോ അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു എനർജീനെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനോ പറ്റില്ല. അതിന് പകരം നമ്മൾ ഒരു എനർജീനെ വൺ ഫോമിന് വേറൊരു ഫോമിലേക്ക് മാറ്റുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറയാം. എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ കൂടുതൽ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ് total energy of an universe or isolated system is a constant. ഇപ്പോ ഐസൊലേറ്റഡ് സിസ്റ്റം എന്താന്ന് പഠിച്ചിട്ടുണ്ടാവും. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വെച്ചാൽ പ്യുവർലി വേർഡ് മീനിങ് പോലെ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ഒരു കോണ്ടാക്ട് ഇല്ലാതെ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കണം. അപ്പൊ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് എനർജി പോവുകയില്ല, പുറത്തേക്ക് എനർജിയുടെയോ മാറ്ററിന്റെയോ ഒന്നിന്റെയോ ഒരു പുറത്തേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. അതുപോലെ പുറത്തുനിന്ന് ഒന്നും അകത്തേക്ക് വരില്ല. കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിസ്റ്റം. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന് എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറയുന്നുണ്ടാവുക. പഠിക്കാനുള്ളതാണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറയേണ്ടവ. ഇനി ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അതും ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഡെൽറ്റ യു ഇക്വൽ ടു സ്മോൾ ലെറ്റർ ക്യൂ പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റേണൽ എനർജിയുടെ ചേഞ്ചിനെയാണ് ഡെൽറ്റ യു എന്ന് പറയാ. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഹീറ്റ് കണ്ടന്റ്, എത്രത്തോളം ഹീറ്റ് എനർജിയുടെ വേരിയേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ക്യൂ. ഡബ്ല്യു എന്ന് പറയുന്നത് എന്താ? വർക്കിനെയാണ് നമ്മൾ ഡബ്ല്യു വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് ഇവിടെ ഇപ്പൊ 4 ടേംസ് കണ്ടു. ഫസ്റ്റ് ഡെൽറ്റ എച്ച് കണ്ടു, ഇവിടെ ഡെൽറ്റ യു, ക്യൂ, ഡബ്ല്യു. ഇനി ഇതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡെൽറ്റ യു, അല്ലെങ്കിൽ യു എന്ന് പറയാൻ പറ്റും. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ അവിടെ ചേഞ്ച് ഇൻ എനർജി ആയിരുന്നു. ഇപ്പൊ ഓരോരോ ടേംസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ യു വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഇന്റേണൽ എനർജി ആയിരിക്കും. ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എനർജി കണ്ടന്റ് ഓഫ് ദി സിസ്റ്റം. പഠിക്കാനുള്ള ഡെഫിനേഷൻ ഈ ബോൾട്ടൺ ചെയ്തിരിക്കുന്ന ഈ ഡെഫിനേഷൻ ആണ്. ഇന്റേണൽ എനർജി മേ ബി ഡിഫൈൻഡ് ആസ് ദി സം ഓഫ് എനർജീസ്. ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം എന്ന് പറയാ. ഈ ഇന്റേണൽ എനർജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ടോട്ടൽ ഇപ്പോ ആ ഒരു സിസ്റ്റത്തിൽ എന്താ ഉണ്ടാവുക? ഓരോ കോമ്പൗണ്ട്സോ അല്ലെങ്കിൽ മോളിക്യൂൾസോ നമ്മൾ റിയാക്ഷൻ ആണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവ റിയാക്ഷനിൽ ഏതൊരു ആറ്റംസോ മോളിക്യൂൾസോ അവരൊക്കെ ആയിരിക്കും ഉണ്ടാവാം. ഈ ആറ്റംസിന്റെ മോളിക്യൂൾസിന്റെ ഒക്കെ ട്രാൻസ്ലേഷൻ, മോഷനും വൈബ്രേഷൻ, റൊട്ടേഷൻ, അങ്ങനെ പല കൈൻഡ് ഓഫ് എനർജിക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി ഓൾ ടോട്ടൽ എനർജിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റേണൽ എനർജി എന്ന് പറയാം. ഈ ഒരു പോയിന്റ് പഠിച്ചു വെക്കണം. ഒരു ജനറൽ അവയർനെസ് പോലത്തെ കാര്യമാണ്. എനർജി ഓഫ് ദി സിസ്റ്റത്തിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ട്രാൻസ്ലേഷണൽ, വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ എനർജി ഓഫ് ദി മോളിക്യൂൾ ആൻഡ് എനർജി ഓഫ് ദി ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയൈ. ഇത് ടോട്ടലി എനർജി കണ്ടന്റ് ഓഫ് ദി സിസ്റ്റം ആണ്. അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ വന്നേക്കുന്ന ഫാക്ടേഴ്സ് ആണ് ഈ മുകളിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. ഡെഫിനേഷൻ ചോദിക്കുമ്പോൾ ഇത് എഴുതി വെച്ചാൽ മതി. Internal energy may be defined as the sum of energies of all atoms, molecules or ions contained in the system. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. ഇന്റേണൽ എനർജിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ യു ആണ്. ഈ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണ്. പഠിച്ചിട്ടുണ്ടാവും സ്റ്റേറ്റ് വേരിയബിളും പാത്ത് വേരിയബിളും. സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ പൊസിഷനെ ഫൈനൽ പൊസിഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയാം. എങ്ങനെ ആ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് നിന്ന് ലാസ്റ്റ് പൊസിഷനിൽ എത്തി എന്നുള്ളത് അവർ കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല. ജസ്റ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എന്താണ്, ഫൈനൽ സ്റ്റേജിൽ എന്താണ്,
അത് മാത്രമേ അവർക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ ഉള്ളൂ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്താ പറയാ സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് ഇന്റേണൽ എനർജി. ഇപ്പൊ ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം, അത് ആ സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ പൊസിഷനിലുള്ള എനർജി എത്രയാണോ അതും റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴല്ലോ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയാം. ഫൈനൽ സ്റ്റേറ്റിലുള്ള എനർജി എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഫങ്ഷൻസിനെ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിനെ നമ്മൾ എന്താ പറയും സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയും. പിന്നെ ഇന്റേണൽ എനർജി പോലത്തെ പാരാമീറ്ററിന്റെ ഇപ്പൊ ഒരു റിയാക്ഷൻ നടക്കാണ് അല്ലെ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ട്യൂബിലോ സംതിങ് എന്തൊരു റിയാക്ഷൻ ടെസ്റ്റിൽ ഞാൻ ഒരു റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യണം. ആ റിയാക്ഷൻ നടക്കുന്ന എല്ലാ ഈച്ച് ആൻഡ് എവരി മൊമെന്റിലും എനിക്ക് എക്സാക്റ്റ് ആയിട്ട് എത്രത്തോളം എനർജി ആ സിസ്റ്റത്തിൽ ഉണ്ട് എന്നുള്ളത് കണ്ടെത്താൻ പറ്റില്ല. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആ റിയാക്ഷന്റെ എനർജി എന്ന് പറയുമ്പോൾ ആ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് റിയാക്ഷന്റെ ഈച്ച് മൊമെന്റിലും അല്ലെങ്കിൽ ആ റിയാക്ഷൻ നടക്കുന്ന എല്ലാ കണ്ടീഷൻസിലും നമുക്ക് മെഷറബിൾ ആയിരിക്കില്ല. അപ്പോ എന്താ അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് ഒരിക്കലും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മള് എന്താ ഇന്റേണൽ എനർജിയുടെ ചേഞ്ചിനെയാണ് നമ്മൾ പറയുന്നുണ്ടാവാം. എത്രത്തോളം എനർജി ചേഞ്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡെൽറ്റ യു ഉപയോഗിക്കുന്നത്. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഡെൽറ്റ കണ്ടതിന് എന്താ ചേഞ്ച് എന്നാണ് മീനിങ്. അപ്പൊ ഡെൽറ്റ യു ആകുമ്പോൾ എന്താ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആയിരിക്കും നമ്മൾ കണ്ടെത്തുക. അല്ലാതെ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് എക്സാക്ട്ലി ആ ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നമുക്ക് എന്താ എത്രയാണ് എനർജി എന്നുള്ളത് പ്രെഡിക്റ്റബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ ഇക്വേഷൻ ആയിട്ട് പറയാം ഡെൽറ്റ യു ഈക്വൽ ടു തന്നിരിക്കുന്ന രണ്ട് ഇന്റേണൽ എനർജിനെ മൈനസ് എന്നുള്ള രീതിയിൽ പറയും. ഇപ്പൊ ഇനീഷ്യൽ ആണ് തന്നിരിക്കണമെങ്കിൽ ഇനീഷ്യലിനെ യു ഐ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഫൈനലിനെ യു എഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യു എഫ് മൈനസ് യു ഐ എത്രയാണോ അതായിരിക്കും നമുക്ക് ആ ഒരു റിയാക്ഷനിൽ തന്നിരിക്കുന്ന ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് നമ്മൾ പറയും. ഇനി ഈ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ ആ ഒരു സിസ്റ്റത്തിലുള്ള ടോട്ടൽ എനർജി കണ്ടന്റ് ആണ് പറഞ്ഞു. ആ എനർജി കണ്ടന്റ് എങ്ങനെയൊക്കെ മാറാൻ പറ്റും അല്ലെങ്കിൽ ആ എനർജീനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും എത്രത്തോളം ഹീറ്റ് ആ സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഹീറ്റ് ആ സിസ്റ്റത്തിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എത്രത്തോളം വർക്ക് ആ സിസ്റ്റത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വർക്ക് ആ സിസ്റ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ വെച്ചിട്ടല്ല എനർജി ഡിപ്പെൻഡ് ചെയ്യുക. ഇപ്പൊ നമ്മളുടെ കേസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഫുഡ് എത്രത്തോളം കഴിക്കുന്നു അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ എനർജറ്റിക് ആവും അല്ലെ. അത് കഴിഞ്ഞിട്ട് ആ ഫുഡിന്റെ എനർജിയിൽ നമ്മൾ ഓരോരോ വർക്ക് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ബോഡിയുടെ എനർജി ലോസ് ആവും. അതിനനുസരിച്ച് നമ്മൾ എന്താ വീണ്ടും ടയേർഡ് ആവും. അതുപോലെ തന്നെ ഒരു സിസ്റ്റത്തിന്റെ എനർജീനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇത് കോൺട്രിബ്യൂഷൻ വരാം എത്രത്തോളം ഹീറ്റ് ആ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട് എത്രത്തോളം ഹീറ്റ് ആ സിസ്റ്റത്തിൽ നിന്ന് പോയിട്ടുണ്ട് അതുപോലെ എത്രത്തോളം വർക്ക് ആ സിസ്റ്റം ചെയ്തിട്ടുണ്ട് എത്രത്തോളം വർക്ക് ആ സിസ്റ്റത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനൊക്കെ വെച്ചിട്ടാണ് പ്രാക്ടിക്കലി ഡെൽറ്റ യുവിന്റെ വാല്യൂ ഇരിക്കുന്നത്. ഈ ഒരു പോയിന്റ് പഠിക്കാനുള്ളതാണ്. സ്റ്റേറ്റ് വേരിയബിൾ ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെഷർ ദി അബ്സല്യൂട്ട് വാല്യൂ. Then we can calculate change in internal energy ഉള്ളത്. പിന്നെ ഉണ്ടോ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം ക്യാൻ ബി ചേഞ്ച് ഇൻ 2 ways. എങ്കിൽ അവിടുത്തെ മോഡിഫിക്കേഷൻസ് ഈ രണ്ട് രീതിയിലേ വരുത്താൻ പറ്റുള്ളൂ. either by allowing heat to flow into the system or out of the system. എന്തും സിസ്റ്റത്തിലേക്ക് വരുന്ന അഡീഷണൽ നമ്മൾ പോസിറ്റീവായിട്ടും സിസ്റ്റത്തിൽ നിന്ന് പോകുന്നതിനെ നമ്മൾ നെഗറ്റീവായിട്ടോ കൺസിഡർ ചെയ്യാം. അതുപോലെ വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ഓർ ബൈ ദി സിസ്റ്റം. ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഇന്റേണൽ എനർജിയുടെ കേസിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ഹീറ്റ് ആൻഡ് വർക്ക് ആണ്. ഹീറ്റിന്റെയും വർക്കിന്റെ കേസിൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്താ ഹീറ്റ് എനർജിനെ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ ടെമ്പറേച്ചർ വേരിയേഷൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുപോലെ വർക്ക് എന്ന് പറയുമ്പോൾ ഹീറ്റ് എനർജി അല്ലാത്ത ബാക്കി ഏതെങ്കിലും വന്ന എനർജിക്ക് വേരിയേഷൻസ് വരുത്തുന്ന ബാക്കി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഫുള്ളിനെയാണ് നമ്മൾ വർക്ക് എന്നുള്ള രീതിയിൽ ജനറലൈസ് ചെയ്ത് പറയാം. ഹീറ്റും വർക്കും നമുക്ക് എന്താ സ്റ്റേറ്റ് ഫങ്ഷൻ അല്ല. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവര് രണ്ടുപേരും സ്റ്റേറ്റ് ഫങ്ഷൻ അല്ലെങ്കിൽ ഇവര് രണ്ടുപേരും എന്താ പാത്ത് ഫങ്ഷൻസ് ആണ്. ഹീറ്റ് ആൻഡ് വർക്ക് ആർ പാത്ത് ഫങ്ഷൻസ്. ദേ ആർ നോട്ട് സ്റ്റേറ്റ് ഫങ്ഷൻസ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതിന് കാരണം എന്താ ഇരിക്കുന്നത് ബിക്കോസ് the values of both Q and W depend upon the way in which change is carried out. എന്ന് പറഞ്ഞാൽ അവരെന്താ
ത്രൂ ഔട്ട് പാത്ത് ഓഫ് ദി പ്രോസസ്സിന് ഡിപ്പെൻഡബിൾ ആണ്. ഹീറ്റും വർക്കും ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ത്രൂ ഔട്ട് ഈച്ച് ആൻഡ് എവറി സെക്കൻഡിൽ വന്നിരിക്കുന്ന ആ പാത്ത് വേരിയേഷൻ അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി ആ ഒരു വേനെയും കൂടി അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ നമ്മൾ എന്താ പറയാ പാത്ത് ഫങ്ഷൻസ് എന്ന് പറയുന്നുണ്ടാവാം. ഈ 2 പോയിന്റ് കിട്ടിയല്ലോ. എന്താ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്താ പറയാ ഇന്റേണൽ എനർജി എന്ന് പറയാ. ഹീറ്റും പിന്നെ അടുത്തത് ഹീറ്റ് ആൻഡ് വർക്ക് ആയിരുന്നു. ഈ മൂന്നും കൂടി കണക്ട് ചെയ്തിട്ട് ഹീറ്റ് വർക്ക് ഇന്റേണൽ എനർജി ഈ മൂന്നും കൂടി കണക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് എന്ത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത് ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തിന്റെയൊക്കെ കോൺട്രിബ്യൂഷൻ ആണ് ചേഞ്ച് ഇൻ ഹീറ്റും ചേഞ്ച് ഇൻ വർക്കും. ആ ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ഹീറ്റ് കണ്ടന്റിന്റെയും ടോട്ടൽ വർക്ക് കണ്ടന്റിന്റെയും കൂടി അഡീഷൻ ആണ് എന്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അല്ലെങ്കിൽ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നുണ്ടാവാം. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സിഗ്നിഫിക്കൻസും അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആയിട്ടും പറയാൻ പറ്റും. ഇത് ഇത്രയും ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ക്ലിയർ ആണോ മിസ്സേ? എന്തോ ഈ ഹീറ്റ് ആൻഡ് വർക്ക് പാർട്ട് ഫംഗ്ഷൻ ആണോ? PART ആണോ അല്ലെങ്കിൽ PATH ആണോ? പാത്ത് ആണോ? പാത്ത് PATH ആണല്ലേ. TH ആണ്. നമ്മളിപ്പോ പറയാം പാത്ത് ഫങ്ഷൻസും സ്റ്റേറ്റ് ഫങ്ഷൻസും ആണ് നമുക്കുള്ളത്. 2 ഫങ്ഷൻസ്. പാത്ത് ആൻഡ് സ്റ്റേറ്റ് ഫങ്ഷൻസ് ആ 2 രീതിയിലാണ് നമ്മൾ ജനറലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവുക. പാത്ത് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ വന്ന വഴീനെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ വേർഡ് മീനിങ് പാത്ത് എന്നുള്ള വേർഡിന്റെ മീനിങ് തന്നെ ആ വന്ന വഴീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണെങ്കിൽ അവരെ നമ്മൾ പാത്ത് ഫങ്ഷൻ എന്ന് പറയും. അതിനുള്ള എക്സാമ്പിൾ ആണ് ഹീറ്റ് ആൻഡ് വർക്ക്. പിന്നെ എന്താ ഇനീഷ്യൽ സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ, ഇടയിൽ എന്ത് സംഭവിച്ചു അതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യണില്ല എങ്കിൽ അവരെ നമ്മൾ എന്താ പറയും സ്റ്റേറ്റ് ഫങ്ഷൻ എന്ന് പറയും. ഇപ്പൊ മെജോറിറ്റി ഓഫ് തെർമോഡൈനാമിക്സ് പാരാമീറ്റേഴ്സും സ്റ്റേറ്റ് ഫങ്ഷൻ ആണ്. വളരെ അപൂർവം കുറച്ച് പേര് മാത്രമേ പാത്ത് ഫങ്ഷൻ ആയിട്ടുള്ളൂ. അതിൽ 2 പഠിക്കാനുള്ള എക്സാമ്പിൾ ആണ് ഹീറ്റ് ആൻഡ് വർക്ക്. അതാണ് ഇവിടെ പാത്ത് ഫങ്ഷൻ എന്നുള്ള മെൻഷൻ വന്നിട്ടില്ല എങ്കിലും ഇവിടെ എന്താ കൊടുത്തേക്കുന്നത് ഹീറ്റ് ആൻഡ് വർക്ക് നോട്ട് സ്റ്റേറ്റ് ഫങ്ഷൻസ്. അവർ സ്റ്റേറ്റ് ഫങ്ഷൻ അല്ല എങ്കിൽ അവർ പാത്ത് ഫങ്ഷൻസ് ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഇത്രയും പോർഷൻസിൽ ഇത് മാർക്ക് ചെയ്ത് വെക്കണേ. ഇതിപ്പോ നോക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഇപ്പൊ പറഞ്ഞേക്കാണ്. ഇപ്പോ ഒരു റിയാക്ഷനിൽ അബ്സോർപ്ഷൻ ഓഫ് 50 കിലോ ജൂൾസ് ഓഫ് ഹീറ്റ് നടന്നിട്ടുണ്ട്. അതുപോലെ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ആ സിസ്റ്റം 50 കിലോ ജൂളാണ് ഹീറ്റിനെ വലിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് മീനിങ് അല്ലെ. അബ്സോർബ് ചെയ്തതൊക്കെ പോസിറ്റീവും ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോയതൊക്കെ നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ അബ്സോർബ്ഡ് ആയതുകൊണ്ട് നമ്മൾ ക്യൂന് എന്താ പ്ലസ് ചാർജ് ആയിരിക്കും കൊടുക്കുക. Q = +50 kg എന്നായിരിക്കും കൊടുക്കണ്ടാവുക. അതുപോലെ അടുത്ത പറഞ്ഞേക്കുന്നത് എക്സ്പെൻഡിച്ചർ ഓഫ് 30 കിലോ ജൂൾ ഓഫ് വർക്ക്. 30 കിലോ ജൂൾ വർക്ക് ആ സിസ്റ്റം ചെയ്തു എന്നാ പറഞ്ഞേക്കുന്നത്. എക്സ്പെൻഡിച്ചർ ചെലവായെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവിടെ എന്താ ചെലവായതല്ലേ അല്ലെങ്കിൽ യൂസ് ചെയ്തതിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ടും വന്ന അഡീഷനെ മാത്രമേ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുള്ളൂ. ഇവിടുത്തെ W എന്താ മൈനസും ആയിട്ടായിരിക്കും കൊടുക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലോ വെച്ചിട്ട് ഈ ഒരു റിയാക്ഷൻ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ നടക്കുവാണെങ്കിൽ അവിടുത്തെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ U = +50 - 30 എന്നായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ ഒരിക്കലും ക്വസ്റ്റ്യനിൽ പ്ലസും മൈനസും ഉണ്ടാവില്ല. അതിന് പകരം അബ്സോർപ്ഷൻ അല്ലെങ്കിൽ എൻഡോതെർമിക് ആണ് എക്സോതെർമിക് ആണ്
അല്ലെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ ഉള്ള വേർഡ്സ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതിൽ നിന്ന് ഏതാണ് മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെ വേണം പ്ലസോ മൈനസോ അപ്ലൈ ചെയ്യാൻ. ഇപ്പൊ ഹീറ്റ് അബ്സോർബ്ഡ് ആണെങ്കിൽ പ്ലസ് ആയിരിക്കും, ഹീറ്റ് എമിറ്റഡ് ആണെങ്കിൽ മൈനസ് ആയിരിക്കും. എൻഡോതെർമിക് ആണെങ്കിൽ പ്ലസ്, എക്സോതെർമിക് ആണെങ്കിൽ മൈനസ്. സെയിം മീനിങ് തന്നെ. ഇപ്പൊ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, സിസ്റ്റം ആണ് ആ വർക്ക് ചെയ്തത് എങ്കിൽ അവിടെ എന്താ നെഗറ്റീവ് ആയിരിക്കും. സിസ്റ്റം ചെയ്തു എന്നല്ല മീനിങ്. ഇത്രത്തോളം വർക്ക് അവിടെ എക്സ്പെൻഡിച്ചർ ചെലവായി എന്നുള്ള മീനിങ്ങിലാ വരാം. അല്ലെങ്കിൽ വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആണെങ്കിൽ എന്താ ആ സിസ്റ്റത്തിലേക്ക് അത്രയും വർക്ക് കൂടുതൽ ചെയ്തു, അപ്പൊ അവിടെ പോസിറ്റീവ് വരും. അങ്ങനത്തെ വേർഡ്സേ ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ, സിമ്പിൾ ഉണ്ടാവില്ല. നമ്മൾ വേണം സിമ്പിൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി. ഇക്വേഷനിൽ സം ഓഫ് ഇന്റേണൽ എനർജി ചേഞ്ച് ഇസ് ഈക്വൽ ടു സം ഓഫ് ചേഞ്ച് ഇൻ ഹീറ്റ് ആൻഡ് വർക്ക് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ പ്രോബ്ലംസ് വരുമ്പോ ആ ഒരു സെഷൻ ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോ ഓൾ ടോട്ടൽ ഇന്റേണൽ എനർജി പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, അത്രത്തോളം എനർജി ആ സിസ്റ്റത്തിൽ ആ റിയാക്ഷൻ കഴിഞ്ഞപ്പോ കൂടിയെന്നായിരിക്കും നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മീനിങ് ആയിട്ട് പറയാം. മൈനസ് ആണെങ്കിൽ എന്തായിരിക്കും, അത്രത്തോളം എനർജി ആ സിസ്റ്റത്തിൽ നിന്ന് കുറഞ്ഞു. അതായിരിക്കും പ്രാക്ടിക്കൽ ആയിട്ടുള്ള മീനിങ് ആയിട്ട് വന്നിട്ടുണ്ടാവാം. ഇനി അടുത്തത് നമുക്കിവിടെ വർക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇക്വേഷൻ എന്താ, ഡെൽറ്റ യു ഇക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ് അല്ലെ. ഈ ഡെൽറ്റ യു ഇക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂ ഹീറ്റ് ആണ്, അത് ഹീറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, നിങ്ങൾ ഹീറ്റ് പോകുന്നു, ആ ഒരു മീനിങ്ങേ അവിടെ ഉള്ളൂ. ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ വർക്കിന്റെ കേസിൽ പല രീതിയിലുള്ള വർക്ക് ഉണ്ട്. നമുക്ക് പല രീതിയിൽ ഹീറ്റ് എനർജി അല്ലാതെ ബാക്കി എനർജീസ് അല്ലെങ്കിൽ വേരിയേഷൻസ് ആ സിസ്റ്റത്തിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിലൊന്നാണ് പ്രഷർ വോളിയം വർക്ക്. പറയുമ്പോൾ ആ പ്രഷറിലും വോളിയത്തിലുമുള്ള ചേഞ്ച്, അവിടുത്തെ ഇപ്പൊ വർക്കിന് നമ്മൾ പ്രഷർ വോളിയം വർക്ക് എന്നുള്ള രീതിയിലാണ് പറയാ. ഇപ്പൊ നമ്മളൊരു സിസ്റ്റത്തിന്റെ കേസിൽ കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ ആ സിസ്റ്റം അവിടെ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക, വോളിയത്തിലായിരിക്കും ചേഞ്ചസ് ഉണ്ടാവുക. ഓരോ കണ്ടീഷൻ അനുസരിച്ച് വോളിയം ഒരു ഇനീഷ്യലിൽ നിന്ന് ഫൈനലിലേക്ക് ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക. ആ കേസിൽ നമ്മൾ ഡബ്ല്യു എങ്ങനെ അപ്ലൈ ചെയ്യും, ഡബ്ല്യു ഇസിക്കൽ ടു പി ഇൻറ്റു ചേഞ്ച് ഇൻ വി എന്നായിരിക്കും കൊടുക്കുക. ചേഞ്ച് ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും, ഡെൽറ്റ കൊടുക്കും. എപ്പോഴും നമ്മൾ മൈനസ് ചെയ്ത് എഴുതുക, ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആയിരിക്കും. ഏതാണോ ആ സിസ്റ്റത്തിന്റെ ഫൈനൽ സ്റ്റേറ്റിലുള്ള എനർജി, അതിൽ നിന്നായിരിക്കും ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള എനർജി മൈനസ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് എന്താ, assume that pressure P is a constant and volume of the system changes from V1 to V2. അതുകൊണ്ട് ഇവിടെ മൈനസ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വേണം എഴുതാൻ, V2 മൈനസ് V1 വേണം എഴുതാൻ. ഇനി അടുത്ത പോയിന്റ് എന്നാ തന്നേക്കുന്നത്, വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം എന്നാ വന്നേക്കുന്നത്. ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ അവിടെ ഓൾ ടോട്ടല് എത്ര വർക്കിന്റെ എന്താ അത്രയും വർക്ക് ആ സിസ്റ്റം ചെയ്തു എന്ന മീനിങ്. അപ്പൊ അവിടെ മൈനസ് ആയിരിക്കും ഉണ്ടാവുക, എനർജി ലോസേജ് ആണ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ എന്താ മൈനസ്. ഇവിടുത്തെ V2 മൈനസ് V1 എന്നായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലോന്റെ ഇക്വേഷൻ ഈ രീതിയിൽ മോഡിഫൈ ചെയ്ത് എഴുതിക്കൂടെ, ഡെൽറ്റ യു ഇക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി എന്ന് കൊടുക്കാം. ഡബ്ല്യുവിന് പകരം ഇവിടെ പ്രഷർ വോളിയം വർക്ക് വന്നുകൊണ്ട് പി ഡെൽറ്റ വി എന്ന് കൊടുത്തു. ഇവിടെ പി കോൺസ്റ്റന്റ് ആണ്, വോളിയത്തിനാണ് ചേഞ്ച് ഉള്ളത്, അതുകൊണ്ടാണ് ഡെൽറ്റ വി എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ ഈ ഒരു റിയാക്ഷൻ തന്നെ കോൺസ്റ്റന്റ് വോളിയത്തിലാണ് നടക്കണേന്ന് വിചാരിക്കാം. കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, വോളിയത്തിന് ഒരു ചേഞ്ചും ഇല്ല. തുടക്കത്തിൽ എത്രയായിരുന്നോ വോളിയം ഉണ്ടായിരുന്നേ, അത്രയും വോളിയം തന്നെ റിയാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ V2 മൈനസ് V1ന്റെ വാല്യൂ ഉണ്ടാവോ? അപ്പോ 5 സെന്റിമീറ്റർ ക്യൂബ് തന്നെയാണ് ആ രണ്ട് കേസിലും വോളിയം എങ്കിൽ 5 മൈനസ് 5 എന്താവും, 0 ആയിട്ട് പോകും. അപ്പൊ ഇവിടെ ഡെൽറ്റ വിയുടെ വാല്യൂ എന്താ, 0. ഒരു 0 ഇൻറ്റു എ നമ്പർ എന്താ, ആൻസർ 0 ആയിട്ട് പോകും. അതുകൊണ്ട് എന്താ, പി ഡെൽറ്റ വി എന്നുള്ള എൻറ്റയർ സെഷന്റെ ആൻസർ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ഈ എൻറ്റയർ പി ഡെൽറ്റ വി പോർഷൻ എന്തായിട്ട് മാറും, 0. അതുകൊണ്ട് ഇത് വൺ വേർഡ് രീതിയിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ ആവശ്യമുള്ളതാണ്. എന്താ, അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്താ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി വിൽ ബി ഈക്വൽ ടു എന്താ ഹീറ്റ് കണ്ടന്റ് എന്ന് പറയാൻ പറ്റും. അതാണ് ഈ താഴെ എഴുതിയേക്കുന്നത്, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ എന്ന് എഴുതിയേക്കുന്നത്. ക്യൂ അറ്റ് കോൺസ്റ്റന്റ് വോളിയം, അതാണ് ആ താഴത്തെ സബ്സ്ക്രിപ്റ്റ് വിയുടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്യൂ വി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഹീറ്റ് എപ്പോഴും ഉള്ളതായിരിക്കും,
കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഹീറ്റ് കണ്ടന്റിനെയാണ് നമ്മൾ QV എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ടാവുക. താഴെ കൊടുത്തിട്ടുണ്ട് the subscript V in QV denote volume is constant constant ആണെന്നാണ് മീനിങ്. അത് എപ്പോഴുള്ള കണ്ടീഷനിൽ കോൺസ്റ്റന്റ് വോളിയം, അതുകൊണ്ടാണ് V കൊടുത്തത്. ഇപ്പൊ കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ അവിടെ നമ്മൾ QP എന്നായിരിക്കും കൊടുക്കുന്നുണ്ടാവും. ദാറ്റ് കോൺസ്റ്റന്റ് വോളിയം ആയതുകൊണ്ട് ആ ഹീറ്റ് കണ്ടന്റിനെ QV എന്നുള്ള റെപ്രസെന്റേഷനിലേക്ക് മാറി. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്താ, വർക്കിനെ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ പ്രഷർ വോളിയം വർക്കാണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രഷറിലും വോളിയത്തിലുമുള്ള ചേഞ്ചസ് വെച്ചിട്ട് നടക്കുന്നതാണ് എങ്കിൽ അവിടെ അതിനെ നമ്മൾ പ്രഷർ വോളിയം വർക്ക് അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ സിംപിളി പറയാറുണ്ട്. ഇപ്പൊ വർക്കിനുള്ള വേറെ ഇക്വേഷൻ എന്താ, എക്സ്പാൻഡഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് P ഡെൽറ്റ V എന്നാണ്. ഈ മൈനസ് ജനറലി ഉള്ളതല്ല. ഇവിടെ ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് വന്നേക്കുന്നതുകൊണ്ടാണ് ഇവിടെ മൈനസ് കൊടുത്തത്. ജനറൽ ഇക്വേഷൻ W = P ഡെൽറ്റ V എന്നാണ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആയതുകൊണ്ട് മൈനസ്. ഇപ്പൊ വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആയിരുന്നു എങ്കിൽ ഇവിടെ പ്ലസ് P ഡെൽറ്റ V എന്ന് വന്നേനെ. ഇനി ഇപ്പൊ കോൺസ്റ്റന്റ് വോളിയത്തിലാണ് എങ്കിൽ ഈ ഡെൽറ്റ V എന്നുള്ള ടേം 0 ആയിട്ട് പോവും. അതുകൊണ്ട് P × 0 എന്നുള്ള വന്നു കഴിയുമ്പോ P ഡെൽറ്റ V എന്നുള്ള സെക്കൻഡ് ടേം മൊത്തത്തിൽ എന്താവും, 0 ആയിട്ട് മാറും. അതുകൊണ്ട് ഡെൽറ്റ U = Q എന്നുള്ള ഒരു രീതിയിലേക്ക് മാറും. എന്ന് പറയുമ്പോ അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ് എങ്കിൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിലെ ഹീറ്റ് കണ്ടന്റിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. അല്ലാതെ വർക്കിന് അവിടെ പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷൻസ് ഒന്നും വരുന്നില്ല എന്നാണ് അവിടുത്തെ മീനിങ്. കിട്ടിയോ? ഇപ്പൊ 3 ടേംസാ പഠിച്ചത്. എന്തൊക്കെ പഠിച്ചു? വർക്ക് പഠിച്ചു, ഹീറ്റ് പഠിച്ചു, ഇന്റേണൽ എനർജി പഠിച്ചു. ഇതുപോലെ തന്നെ നമുക്ക് ഇതിനും കൂടുതൽ ആവശ്യമുള്ള അടുത്ത ടേം ആണ് എൻതാൽപ്പി. എൻതാൽപ്പിനെ നമ്മൾ H വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എൻതാൽപ്പിക്ക് ഡെഫിനേഷൻ ആയിട്ടൊന്നും വലിയ കാര്യമായിട്ട് തരുന്നില്ല. പക്ഷെ ഒരു ഡെഫിനേഷൻ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. എൻതാൽപ്പിനെ നമ്മൾ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദി സിസ്റ്റം എന്ന് പറയാറുണ്ട്. ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദി സിസ്റ്റം വൺ വേർഡ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് എന്ന് പറയാം. ആ ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ഹീറ്റ് കണ്ടന്റിനെയാണ് നമ്മൾ എന്ത് പറയാ, എൻതാൽപ്പി എന്ന് പറയാം. എത്രത്തോളം ഹീറ്റ് കണ്ടന്റ് ആ സിസ്റ്റത്തിൽ ഉണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, എൻതാൽപ്പി എന്ന് പറയാം. എൻതാൽപ്പി എന്ന് പറയാം, അതിന് വേറൊരു ഡെഫിനേഷനും കൂടി ആയിട്ട് പറയാം. എൻതാൽപ്പി ഈസ് ദി സം ടോട്ടൽ ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം വർക്ക്. ആ ഒരു സിസ്റ്റത്തിലുള്ള ഇന്റേണൽ എനർജിയുടെയും പ്രഷർ വോളിയം വർക്കിന്റെയും കൂടി സമ്മാണ് എൻതാൽപ്പി എന്നും പറയും. അത് ആ ഇക്വേഷനെ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. നിൽക്കാണെങ്കിലും പറയാവുന്നതേ ഉള്ളൂ. H എന്ന് പറയുന്നത് എൻതാൽപ്പിയാണ്. എൻതാൽപ്പി ഈസ് ഈക്വൽ ടു പ്ലസ് ആയതുകൊണ്ട് സം എന്ന് നമ്മൾ പറയും. സം ഓഫ് U എന്താ, ഇന്റേണൽ എനർജി, സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് PV എന്ന് പറയുന്നത് പ്രഷർ വോളിയം വർക്കാണ്. നമ്മൾ നേരത്തെ പഠിച്ചു. അത് വെച്ചിട്ട് എന്താ, സം ടോട്ടൽ ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം വർക്ക് എന്നുള്ള രീതിയിൽ പറയാം. കിട്ടിയോ? ഇവിടെ എൻതാൽപ്പിയുടെ കേസിൽ ഒരു ഹെഡ് എഴുതി വെച്ചോ. എൻതാൽപ്പി ഈസ് ദി ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദി സിസ്റ്റം. ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദി സിസ്റ്റത്തിനാണ് നമ്മൾ എന്താ പറയാ, എൻതാൽപ്പി എന്ന് പറയാം. For measuring the heat lost or gained at a constant pressure, we define a new state function which is called enthalpy. അവിടെ എന്താ മാർക്ക് ചെയ്യേണ്ട ഒരു കാര്യം, എൻതാൽപ്പി എന്താണ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. എൻതാൽപ്പി സ്റ്റേറ്റ് ഫംഗ്ഷൻ മാർക്ക് ചെയ്ത് വെക്കണം. എൻതാൽപ്പി സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, സിമ്പിൾ H ആണ്, ഈക്വൽ ടു U + PV ആണ്. ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ വരും, എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെയും നമുക്ക് എൻതാൽപ്പി പ്രോപ്പർ ആയിട്ട് കണ്ടെത്താൻ പറ്റില്ല. കാരണം എന്താ, ഇന്റേണൽ എനർജി നമുക്ക് അറ്റ് എ മൊമെന്റ് ഉള്ളത് കണ്ടെത്താൻ പറ്റില്ല അല്ലെ. ഇപ്പൊ ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോ എക്സാക്ട്ലി ഇന്റേണൽ എനർജി പ്ലസ് ചെയ്തിട്ട് ഈ H എന്നുള്ള ടേം കണ്ടെത്താൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് പറ്റുള്ളൂ എങ്കിൽ ആ ഇന്റേണൽ എനർജി യൂസ് ചെയ്യുന്ന എല്ലാ ഇക്വേഷൻസിലും ആ ഒരു ചേഞ്ച് തന്നെയല്ലേ കണ്ടെത്താൻ പറ്റുള്ളൂ.
ഈ എൻതാൽപ്പി നമുക്ക് എക്സാക്ട്ലി കണ്ടെത്താൻ പറ്റില്ല. എൻതാൽപ്പി ചേഞ്ച് ആയിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പൊ എന്താ ഡെൽറ്റ എച്ച് എന്നായി ഇക്വേഷൻ. ഡെൽറ്റ എച്ച് ഇസ് ഇക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് ചേഞ്ച് ഇൻ പ്രഷർ വോളിയം വർക്ക് എന്നാവും. അങ്ങനെയാണ് ഈ രണ്ടാമത്തെ ഇക്വേഷൻ വന്നേക്കുന്നത്. ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ തന്നെ എന്താ സെക്കൻഡില് പി വി രണ്ട് ടേംസ് ഉണ്ട്, പ്രഷറും ഉണ്ട് വോളിയം ഉണ്ട്. ഇപ്പൊ പ്രഷറോ വോളിയോ ഏതെങ്കിലും ഒന്നും ഒരു സിസ്റ്റത്തിൽ എന്തായാലും കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കില്ല നിൽക്കുക. അപ്പൊ അവിടെ എന്ത് വരും, നമ്മളിപ്പോ എടുക്കുമ്പോ വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ ഡെൽറ്റ എച്ച് ഇസിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ആ കേസിൽ എന്താ വോളിയം ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക, പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും നിൽക്കുക. പ്ലസ് വോളിയം ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം അല്ല ചേഞ്ച് ഇൻ പ്രഷർ വി ഡെൽറ്റ പി എന്ന് വരും. അങ്ങനെയാണ് ഈ ഒരു എക്സ്പാൻഷനിൽ രണ്ട് ടേംസ് പി ഡെൽറ്റ വിക്ക് രണ്ട് ടേംസ് വന്നിരിക്കുന്നത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ. കാരണം എന്താ നമുക്ക് നമ്മുടെ സിസ്റ്റം ഓരോ റിയാക്ഷന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഒരറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും റിയാക്ഷൻ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വോളിയം ആയിരിക്കും റിയാക്ഷൻ ചെയ്യണം. അതിനനുസരിച്ച് എന്താ പാരാമീറ്റേഴ്സ് മാറും. അതുകൊണ്ടാണ് ഡെൽറ്റ എച്ച് ഇസിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി പ്ലസ് വി ഡെൽറ്റ പി എന്ന് എഴുതി വെച്ചേക്കുന്നത്. കിട്ടിയോ? ജനറലി നമ്മൾ എഴുതുമ്പോ എന്താ ഈ ഒരു ഫസ്റ്റ് എണ്ണം എഴുതി നിർത്തിയാൽ മതിയാവും. എക്സ്പാൻഷൻ ചോദിക്കുന്ന കേസിൽ മാത്രം ഈ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഈ ലാസ്റ്റ് വൺ എഴുതിയാൽ മതി. പക്ഷെ ഇതിന് ഇങ്ങനെ ഇത്രയും ടേംസ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മളിപ്പോ ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഒരു സപ്പോസ് 1 വേർഡ് മാർക്കിലൊക്കെ ചോദിക്കുന്ന രീതിയിലൊക്കെ വരുവാണെങ്കിൽ എന്താ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദി സിസ്റ്റം ആണ്. ഡെൽറ്റ എച്ച് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്ന് കൊടുക്കണം. എച്ച് ഈക്വൽ ടു യു പ്ലസ് പി വി എന്ന് കൊടുക്കണം. അതില് യു എന്ത് കെമിസ്ട്രിയില് പ്രോബ്ലംസിനായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും എന്തെങ്കിലും സിമ്പിൾസ് യൂസ് ചെയ്തതിനാ ആ സിമ്പിൾ എന്താന്നുള്ളത് നമ്മൾ അതിന് താഴെ മെൻഷൻ ചെയ്തിരിക്കണം. ഇപ്പൊ ഇവിടെ എന്താ എച്ച് എഴുതിക്കാനായിട്ട് എച്ച് എൻതാൽപ്പിയാണ്, യു ഇന്റേണൽ എനർജി ആണ്, പി വോളിയം ആണ്, അല്ല പി പ്രഷർ ആണ്, വി വോളിയം ആണ് എന്നുള്ള ടേംസ് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഹൈഫൻ ഇട്ട് മെൻഷൻ ചെയ്തേക്കാം. വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എൻതാൽപ്പി ഈസ് ദി സം ടോട്ടൽ ഓഫ് ഇന്റേണൽ എനർജി പ്രഷർ വോളിയം വർക്ക് എന്നുള്ള രീതിയിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ അതും നിങ്ങൾക്ക് എഴുതി വെക്കാം. എന്നിട്ട് ഇവിടെ എന്താ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, എക്സാക്ട്ലി കണ്ടെത്താൻ പറ്റില്ല. ഇന്റേണൽ എനർജി എൻതാൽപ്പി ചേഞ്ച് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇക്വേഷനിൽ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വന്നു, ഡെൽറ്റാസ് വന്നു. ഇനിയിപ്പോ സപ്പോസ് ഈ റിയാക്ഷൻ നമ്മൾ കോൺസ്റ്റന്റ് പ്രഷറിലാണ് ക്യാരിഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അടുത്ത ഡെൽറ്റ പി വാല്യൂ എന്താ 0 ആയി. കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ റിയാക്ഷൻ തുടങ്ങുമ്പോഴും റിയാക്ഷൻ അവസാനിക്കുമ്പോഴും സെയിം പ്രഷർ തന്നെയാണ്. അപ്പൊ എന്താ സെയിം മൈനസ് സെയിം ആൻസർ 0 ആയിരിക്കും. അപ്പൊ ഡെൽറ്റ പി വാല്യൂ 0 വന്നോണ്ട് ഡെൽറ്റ പി പറയുന്ന ആ ഒരു ഫുൾ ടേം എന്താ 0 ആയിട്ട് മാറും. എന്ന് പറയുമ്പോൾ ഈ ലാസ്റ്റ് ടൈം എൻറ്റയർലി 0 ആയിട്ട് മാറും. അങ്ങനത്തെ കേസിൽ ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും, ഡെൽറ്റ എച്ച് ഇസ് ഇക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് മാത്രമായിട്ട് മാറും. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ അല്ല എന്താ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ പ്രഷർ ചേഞ്ച് 0 ആണ്. അതുകൊണ്ട് നേരത്തെ ഇക്വേഷനിൽ നിന്ന് ലാസ്റ്റത്തെ ടേം പോയി. ഇനിയിപ്പോ എന്താ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ ഇന്റേണൽ എനർജി പ്ലസ് പ്രഷർ വോളിയം വർക്ക് ആണ്. അപ്പൊ അതിന് നമ്മൾ കൊടുക്കണം. അവിടെ എന്ത് കൊടുക്കും, ഡെൽറ്റ എച്ച് ഇസ് ഇക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി പ്ലസ് പി ഡെൽറ്റ വി എന്നുള്ള രീതിയിലേക്ക് മാറി. ഓക്കെ, ഈ ഡെൽറ്റ യുവിന് എവിടെ നിന്നാ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നേ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന്. നമ്മൾ എന്താ ഫസ്റ്റ് പഠിച്ചിരുന്നേ, തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് എന്താ ഡെൽറ്റ യു ഇസിക്കൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നുള്ളതാണ് അല്ലേ. ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ഈ ഡബ്ല്യുവിനാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേണേ, പി വി എന്നുള്ള രീതിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മാറി. ആ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഡെൽറ്റ എച്ച് ഇസിക്കൽ ടു യുവിന് അവിടെ എന്താ ക്യൂ മൈനസ് പി ഡെൽറ്റ വി വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് ടൈം വന്നിരിക്കുന്നത്. പിന്നെ എന്താ ഈ വന്നിരിക്കുന്ന പി ഡെൽറ്റ വിയും കൂടി എടുത്തെഴുതി. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്തായി മൈനസ് പി ഡെൽറ്റ വിയും പ്ലസ് ഡെൽറ്റ വിയും ക്യാൻസൽ ആയി. റിസൾട്ടിന്റെ ആൻസർ എന്തായി ക്യൂ മാത്രമായി. ഇതിന്റെ മീനിങ് എന്താ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ അവിടുത്തെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എന്താ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദി സിസ്റ്റം മാത്രമായിരിക്കും. അത് വെച്ചിട്ടാണ് ഈ ഒരു ഡെഫിനിഷൻ വന്നിരിക്കുന്നത്. എൻതാൽപ്പി ഈസ് ദി ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദി സിസ്റ്റം എന്നുള്ള രീതിയിൽ നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് പറയുന്നുണ്ടാവാം. ഇപ്പൊ മിക്കവാറും
ഏതെങ്കിലും ഒക്കെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ പ്രഷറോ വോളിയോ മിക്കവാറും ഏതെങ്കിലും ഒന്ന് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അത് വെച്ചിട്ട് ഇതിന്ന് വന്നിരിക്കുന്ന ഒരു ഡെഫിനിഷൻ പോലെ പറയാം. എൻതാൽപ്പി ഈസ് ദി ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദി സിസ്റ്റം എന്നുള്ള രീതിയിൽ പറയാം. കിട്ടിയോ? ഈ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ആണ് നമ്മൾ എന്തിൽ കൊടുക്കുന്നുണ്ടാവുക? ഓരോ റിയാക്ഷൻസ് എഴുതി കഴിഞ്ഞിരുമ്പോ ആ റിയാക്ഷൻസിൽ കൊടുക്കുന്നുണ്ടാവുക. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ, നേരത്തെ ചെയ്ത കേസിൽ നമ്മൾ പഠിച്ചുല്ലോ, റിയാക്ഷൻ എഴുതി കഴിഞ്ഞിട്ട് റിയാക്ഷന് ഒരു സെമിക്കോളൻ കൊടുത്തിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? എത്രത്തോളം എനർജി ഫോം ചെയ്തു എന്ന് കൊടുക്കണം എന്നുള്ളത്. അത് ഈ ഡെൽറ്റ എച്ച് ആണ്. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദി സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡെൽറ്റ എച്ച് എൻതാൽപ്പി എന്ന് പറയാം. ഈ താഴത്തെ കണ്ടോ? ലാസ്റ്റ് ഇക്വേഷൻ, ഇതിന്റെ മീനിങ് എന്താ? Heat loss or gained at a constant pressure. Now we can measure enthalpy change of any process. എന്നുള്ളതാണ്. എന്താ? ഹീറ്റ് കണ്ടന്റ് നമുക്ക് മെഷറബിൾ ആണ്. അതുകൊണ്ട് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എനി പ്രോസസ് എന്താ? നമുക്ക് മെഷറബിൾ ആണ്. ഇപ്പൊ ടെമ്പറേച്ചർ, ഇപ്പൊ നമ്മൾ റിയാക്ഷൻസ് ഒക്കെ നോക്കുമ്പോ, അല്ലെങ്കിൽ റിയാക്ഷൻ ഇപ്പൊ ഒരു പ്രാക്ടിക്കൽ ആലോചിച്ച് നോക്കുക. ഒരു റിയാക്ഷൻ നടക്കണു. ഇപ്പൊ ചില റിയാക്ഷൻസിലൊക്കെ നമ്മൾ പറയും at 25 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ വീട്ടിലെ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ എന്താ അരിമാവ് പുളിക്കണു എന്നൊക്കെ പറയുന്നത് എന്താ? അതൊക്കെ ബാക്ടീരിയൽ ആക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ ആണല്ലോ. അപ്പൊ വീട്ടിലൊക്കെ പറയണുണ്ടാവും, ചിലപ്പോ ടെമ്പറേച്ചർ കൂടുമ്പോ, ടെമ്പറേച്ചർ കുറയണ അനുസരിച്ചും കൂട്ടണ അനുസരിച്ചും ആ മാവ് പുളിക്കുന്നതിൽ ഒരു വ്യത്യാസം ഉണ്ട് എന്ന് പറയും. അപ്പൊ അതെന്താ? ആ ഒരു ടെമ്പറേച്ചറിലായിരിക്കും ആ റിയാക്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടാവുക. ആ റിയാക്ഷനിൽ നിന്ന് കൂടിയാലും കുറഞ്ഞാലും ആ റിയാക്ഷനെ എഫക്ട് ചെയ്യും. അപ്പൊ എന്താ? ആ ടെമ്പറേച്ചർ ചേഞ്ച് ഇപ്പൊ നമ്മളൊരു തെർമോമീറ്ററോ അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഇപ്പൊ വലിയ റിയാക്ഷൻ പ്ലാന്റിലൊക്കെ ആണെങ്കിൽ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റംസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്താ? ടെമ്പറേച്ചർ ചേഞ്ചും ഈസിലി മെഷറബിൾ ആണ്. അപ്പൊ ഒരു റിയാക്ഷന്റെ എന്താ എൻതാൽപ്പി ചേഞ്ച് നമുക്ക് ഈസിലി മെഷർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളതേ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? ഇക്വേഷൻസ് ഓർത്തിരിക്കുക. എച്ച് ആണ് സിമ്പിള്. എച്ച് ഇസിക്കൽ ടു യു പ്ലസ് പി വി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഈ എക്സ്പാൻഡഡ് ആയിട്ടുള്ളതും ഓർത്തിരിക്കുക. കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ ആ കേസിൽ ഡെൽറ്റ എച്ച് എന്തായിരിക്കും? ഈക്വൽ ടു ഹീറ്റ് കണ്ടന്റ് ആണ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ എന്താ? ഈ കേസിൽ നമ്മൾ ക്യൂ പി എന്ന് കൊടുത്തത്. നേരത്തെ എന്താ കണ്ട? ക്യൂ വി ആയിരുന്നു. ഇവിടെ എന്താ? കോൺസ്റ്റന്റ് പ്രഷർ ആണ് ഈ ടെമ്പറേച്ചർ ഹീറ്റ് കണ്ടന്റ് മെഷർ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷറിൽ ഉണ്ടായിരുന്ന ഹീറ്റ് ആണ് അറിയാൻ വേണ്ടിയാണ് അവിടെ ക്യൂ പി എന്ന് കൊടുത്തേക്കുന്നത്. അതൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തരുവാണ്. ക്വസ്റ്റ്യനിൽ ഇപ്പൊ വേർഡ്സ് തരണില്ല, പകരം ക്യൂ വി ക്യൂ പി എന്നാണ് നിങ്ങളോട് തന്നേക്കുന്നതെങ്കിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ എന്താ? ഇക്വേഷൻസിലെ ചില ടേംസ് ക്യാൻസൽ ആയി പോയിട്ടുണ്ടാവും, സീറോ ആയിട്ടുണ്ടാവുമല്ലോ. അതിനുള്ള ക്ലൂ ആയിട്ടായിരിക്കും ആ ക്യൂ വി ക്യൂ പി എന്നുള്ള രീതിയിലുള്ള വേർഡ്സിന് പകരം തന്നിട്ടുണ്ടാവുക. അതൊക്കെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. പിന്നെ നമുക്ക് ഈ ഇന്റേണൽ എനർജി എൻതാൽപ്പിയും കണക്ട് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ എഴുതാം. ആ ഇക്വേഷൻ ആണ് ഈ താഴെ തന്നിട്ടുള്ളത്. ഡെൽറ്റ എച്ച് ഇസിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്നുള്ളതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ എങ്ങനെയാ വന്നതെന്ന് പഠിക്കാം. നമ്മൾ ഐഡിയൽ ഗ്യാസ് ലോ ഉണ്ട്. ഐഡിയൽ ഗ്യാസ് ലോ എന്താ പറയുന്നത്? പി വി ഇസിക്കൽ ടു എൻ ആർ ടി എന്നുള്ളതാ പറയുന്നത്. ആർ എന്താ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ഫിക്സഡ് വാല്യൂ ഉണ്ട്. ടി ആ ടെമ്പറേച്ചർ, കെൽവിൻ ടെമ്പറേച്ചർ. നമ്മളിപ്പോ തെർമോഡൈനാമിക്സിൽ ടെമ്പറേച്ചർ എന്നുള്ളതൊക്കെ കെൽവിൻ സ്കെയിലായിരിക്കണം. അല്ല, ഇപ്പൊ കെൽവിൻ സ്കെയിലല്ല തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ. ഇപ്പൊ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ കണ്ടീഷൻ എന്ന് പറയുന്നത് കെൽവിൻ ആയിരിക്കണം. ആറ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇതാണ് നമ്മുടെ എന്താ? ഐഡിയൽ ഗ്യാസ് ലോ. പി വി ഇസിക്കൽ ടു എൻ ആർ ടി. ഈ ഇക്വേഷനിലെ മോഡിഫിക്കേഷൻസ് വരുത്തി എന്ന് പറയുമ്പോ എന്താ? നമ്മുടെ ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ ഇതാണ്. ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ എച്ച് ഇസിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഈ പി ഡെൽറ്റ വിയുടെ ടേമില് ഇപ്പൊ എത്ര കമ്പോണൻസ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ എഴുതിക്കണമെന്നേ ഉള്ളൂ. എന്താ? പി എൻ ആർ ടി. ഇവിടെ ഇപ്പോ ഒരു കമ്പോണന്റേ ഉള്ളൂ എങ്കിൽ, ഒരു എ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ പി വിയുടെ സ്ഥാനത്ത് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? എൻ എ ആർ ടി എന്ന് എഴുതാൻ പറ്റും. എൻ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ആണ്.
എത്രത്തോളം ആ ഒരു മോൾസ് ഓഫ് ആ റിയാക്റ്റന്റ് ഉണ്ട് എന്നുള്ളത് ഉദ്ദേശിക്കണുള്ളൂ. ഇപ്പൊ എ റിയാക്റ്റന്റ് ആണെങ്കിൽ അവിടെ ആ എയുടെ പി വി എന്നുള്ളത് എന്ത് വരും, NaRT എന്നുള്ള രീതിയിൽ വരും. ഇപ്പൊ ബി മോളിക്യൂൾസ് വേറെ ഉണ്ടെങ്കിൽ അവിടുത്തെ പി വി എന്ത് വരും, NbRT എന്ന് വരും. ഇനിയിപ്പൊ അടുത്ത സ്റ്റെപ്പിൽ അത് ഞാൻ ഇപ്പൊ ജനറലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ എന്താ RT കോമൺ ആണ്. ഈ RT കോമൺ ആയുള്ളതിനെ എനിക്ക് പുറത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാലൻസ് എന്തേ ഉള്ളൂ, NB മൈനസ് NA വരുള്ളൂ. NB മൈനസ് NA എന്ന് പറഞ്ഞാൽ എന്താ, എത്രത്തോളം റിയാക്റ്റൻസിന്റെ എണ്ണം ചേഞ്ച് ചെയ്യണുണ്ടോ എന്നേ ഉള്ളൂ. ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് റിയാക്റ്റൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ മോളിക്യൂൾസ് എന്നാണ് N ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഇക്വേഷനിൽ നമുക്ക് വേരിയേഷൻ വരുത്തിക്കാൻ എന്തായി, ഡെൽറ്റ എച്ച് ഇസ് ഇക്വൽ ടു ഡെൽറ്റ യു പ്ലസ് എൻ ഡെൽറ്റ NgRT എന്ന് പറയും. ജി എന്ന് കൊടുത്തേക്കുന്നത് ഗ്യാസ് ഫേസിലുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ ഗ്യാസ് ഫേസ് റിയാക്റ്റൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ജി എന്നുള്ള രീതിയിൽ കൊടുത്തേക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ ഐഡിയൽ ഗ്യാസിൽ ആരാ ഒബേ ചെയ്യുന്നത്, ഗ്യാസസ് ആണല്ലോ, അതിന് ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഗ്യാസ് ലോ ഫോർ പ്യൂർലി ഗ്യാസസ് ആണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇവിടെ എന്താ Ng എന്നുള്ള മെൻഷനും വന്നേക്കുന്നത്. ഇപ്പോ ഈ ഒരു ഇക്വേഷൻ ഈ ഒരു രണ്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഡെൽറ്റ എച്ച് ഇസ്കൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NRT എന്നുള്ള ഇക്വേഷൻ എസ്പെഷ്യലി ഫോർ ഗ്യാസസ് ആണ്. ബിക്കോസ് ഗ്യാസ് മോളിക്യൂൾസിനാണ് ഇത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഗ്യാസസിന്റെ കേസിലാണ് P ഇസ്കൽ ടു NRT. സോളിഡ്സിന്റെയും ലിക്വിഡ്സിന്റെയും കേസിൽ അത്രത്തോളം ആപ്ലിക്കബിൾ അല്ല. സോറി. ആ സെഷൻ ഒന്ന് വായിച്ചു നോക്കോ, ഒരു മിനിറ്റ്. സോറി, താഴത്തെ ലൈൻ ഇമ്പോർട്ടന്റ് ആണ്. എന്താ കൊടുത്തേക്കുന്നത്, ഫോർ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് വോളിയം ചേഞ്ച് വിൽ ബി വെരി സ്മോൾ. ലാസ്റ്റത്തെ ലൈൻ ഇമ്പോർട്ടന്റ് ആണ്. ഫോർ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ഡെൽറ്റ വി ഇസ് വെരി സ്മോൾ. അതുകൊണ്ട് ഈ ഇക്വേഷൻ ആർക്കെ ഡെൽറ്റ വി ഇസ് വെരി സ്മോൾ ആയതുകൊണ്ട് പി ഡെൽറ്റ വി എന്നുള്ള ടേം നമ്മൾ എന്തായാലും ക്യാൻസൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് സോളിഡ്സിന്റെയും ലിക്വിഡ്സിന്റെയും കേസസിൽ എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് പ്യുവർലി എന്തിന് ഇക്വലന്റ് ആയിരിക്കും, അതിന്റെ ഇന്റേണൽ എനർജിയുടെ ചേഞ്ചിന് ഇക്വലന്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ ഇക്വേഷൻ മോർ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ആർക്കാ, ഗ്യാസസിന്റെ കേസിലാണ് ഈ ഇക്വേഷന് മോർ സിഗ്നിഫിക്കൻസ് ഉണ്ടാവുക. ഇതുവരെയുള്ള പോർഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയാവോ. ഇതുവരെയുള്ള പോർഷൻ ക്ലിയർ ആണോ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, വർക്ക്, ഹീറ്റ്, ഇന്റേണൽ എനർജി, എൻതാൽപി, ഇത്രയും ടേംസ്. ഈ പോർഷൻസിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇക്വേഷൻസ് ആണ്. ഓക്കെ ആണ് ഇത്രയും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാട്ടോ. ഓക്കെ ആണെങ്കിൽ അടുത്ത പോർഷൻ കൂടി എടുക്കാം. ഇപ്പൊ എൻതാൽപി എന്ന് പറഞ്ഞാൽ എന്താ ഓൾറെഡി പഠിച്ചു.
ഹീറ്റ് ചേഞ്ച് ഇൻ ഹീറ്റ് എന്നുള്ള രീതിയിൽ പറയാം അല്ലെ. നെറ്റ് ഹീറ്റ് കണ്ടന്റിനെയാണ് നമ്മൾ എന്താ പറയാ, എൻതാൽപ്പി എന്ന് പറയാം. അപ്പൊ പല ടൈപ്പ് എൻതാൽപ്പീസ് ഉണ്ടാവും. ഓരോ റിയാക്ഷൻ അനുസരിച്ച് നമുക്ക് പല കൈൻഡ് ഓഫ് എൻതാൽപ്പീസ് പറയാം. അതിൽ ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത് ജനറലൈസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്താണെന്ന് പഠിക്കാനുള്ളത്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലായിരിക്കുന്നതേ ഉള്ളൂ. ഈ ഡെഫിനേഷൻ ഓർത്ത് വയ്ക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എൻതാൽപ്പി ചേഞ്ച് ഫോർ ഈ റിയാക്ഷൻ when reactant products are in the standard state. റിയാക്റ്റൻസും പ്രോഡക്ട്സും എല്ലാം സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് എങ്കിൽ അങ്ങനത്തെ കേസിൽ എൻതാൽപ്പി ചേഞ്ചിനെ നമ്മൾ എന്ത് പറയും, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയും. ഡിനോട്ടേഷൻ ശ്രദ്ധിക്കുക. എക്സാക്ട്ലി എൻതാൽപ്പി നമുക്ക് കണ്ടെത്താൻ പറ്റില്ല, എൻതാൽപ്പി ചേഞ്ചേ കണ്ടെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഡെൽറ്റ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും, എൻതാൽപ്പി ആയതുകൊണ്ട് എച്ച് ഉണ്ടാവും. റിയാക്ഷന്റെ ആയതുകൊണ്ടാണ് അവിടെ എന്താ ഡെൽറ്റയ്ക്ക് താഴെ 6 വന്നിരിക്കുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ആണെങ്കിലാണ് മോളില് സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് 0 ഉണ്ടാവാം. ഇത് ഇത്രയും ശ്രദ്ധിക്കണം. ഡിനോട്ടേഷൻ ഇമ്പോർട്ടന്റ് ഉണ്ട്. ഡെൽറ്റ എച്ച് 0 6 മിക്ക കേസിലും ഉണ്ടാവണം എന്നൊന്നുമില്ല. റിയാക്ഷൻ ആണെങ്കിൽ അവിടെ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആയതുകൊണ്ട് മേ ബി 6 നെഗ്ലക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻസും ചില സ്ഥലത്തൊക്കെ കാണാറുണ്ട്. മീൻസ് ബുക്കുകൾ ഓതർ മാറുന്നതനുസരിച്ചും പബ്ലിഷിനുമൊക്കെ അനുസരിച്ച് ആ ഒരു കണ്ടന്റ് 6 വേണേ മാറാം, ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഇവിടെ എന്താ ഡെൽറ്റ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ ടേം ഉണ്ടാവാം ചേഞ്ച് ഉള്ള സ്ഥലത്താണ്. ഇവിടെ ഇപ്പൊ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച് ആണ്. 0 കണ്ടതിന് എന്ത് മനസ്സിലായിക്കോണം, സ്റ്റാൻഡേർഡ് ആയിരിക്കും. അപ്പൊ സ്റ്റാൻഡേർഡ് എൻതാൽപ്പിനാണ് നമ്മൾ ഡെൽറ്റ എച്ച് 0 എന്ന് കൊടുക്കാം. ഇനിയിപ്പോ എന്താ 6 റിയാക്ഷൻ, ഇപ്പൊ പല ടൈപ്പ് റിയാക്ഷൻ അനുസരിച്ച് 6 മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഫോർമേഷൻ ആണെങ്കിൽ അവിടെ 6ന്റെ സ്ഥാനത്ത് നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കുക, സ്മോൾ ലെറ്റർ എഫ് ആയിരിക്കും. അതിനപ്പോ നമ്മൾ എന്താ വായിക്കുക, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്നായിരിക്കും വായിക്കാം. ഇതിപ്പോ കമ്പഷൻ ബേണിംഗ് റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ അവിടുത്തെ എഫും വീണ്ടും മാറും. അതുപോലെ ഓരോ റിയാക്ഷൻ ഡിഫർ ചെയ്തിട്ട് ആ സബ്സ്ക്രിപ്റ്റ് ടേം മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ആണെങ്കിൽ അവിടെ എന്താ 0 ഉണ്ടാവും. അത് മനസ്സിലാക്കിയിരിക്കണേ. ഈ ഒരു ടേം പഠിക്കാനുള്ളതാണ്. എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ ചേഞ്ച് വിത്ത് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അല്ലെ. ഇതിപ്പോ പ്രഷറും വോളിയം മാറുന്ന അനുസരിച്ച് നമുക്ക് ടെമ്പറേച്ചറും പ്രഷർ മാറിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവിടെ എന്താ വോളിയം ചേഞ്ച് ഉണ്ടാവും. അല്ലെങ്കിൽ ആ പ്രഷറിൽ വരുന്ന വേരിയേഷൻസ് എന്താ വോളിയത്തിൽ അവിടെ റിഫ്ലക്റ്റഡ് ആയിരിക്കും. എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ ചേഞ്ചസ് വിത്ത് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. എൻതാൽപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫസ്റ്റ് 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ, പ്രഷറും ടെമ്പറേച്ചറും ആണ്. Definition പഠിച്ചിരിക്കുക. It is defined as the enthalpy change of a reaction when reactants and products are in the standard form. It is denoted by delta RH0. ഇത് പഠിച്ചു വെക്കണം. ഇനി പല ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ആണുള്ളത്. അതിലെ ഫസ്റ്റ് വൺ ആണ് എന്താ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇതൊക്കെ പഠിക്കാൻ ഈസിയാണ്, മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ മതി. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവാം, അവിടെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. അതും അതിന്റെ എലമെന്റ്സിന്ന് ഒരു 1 mole ഓഫ് പർട്ടിക്കുലർ കോമ്പൗണ്ട് ഫോം ചെയ്യാൻ എത്രത്തോളം എനർജി വേണോ അതിനെയാണ് നമ്മൾ എന്താ പറയാ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയാം. The enthalpy change when 1 molecule of a pure compound is formed from its elements in the most stable state is called enthalpy of formation. കിട്ടിയോ? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ട് അതിന്റെ 1 mole, ഒരു കോമ്പൗണ്ടിന് 1 mole അതിന് കറസ്പോണ്ടിങ് കോമ്പോസിഷനുള്ള റിയാക്റ്റൻസിന്ന് എലമെന്റ്സിന്ന് ഫോം ചെയ്യാൻ എത്രത്തോളം എൻതാൽപ്പി വേണോ അതിനെയാണ് എന്താ പറയാ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയാം. ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. ഇവിടെ ഒരു എലമെന്റ് ആണ് ഏത് കോമ്പൗണ്ടിനെയും സ്റ്റേബിൾ ഫോം അല്ലെങ്കിൽ ഏത് സ്പീഷ്യസിന്റെ ആണെങ്കിൽ സ്റ്റേബിൾ ഫോം എന്താ അതിന്റെ എലമെന്റൽ ഫോം ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫോം എന്നൊക്കെയുള്ള രീതിയിൽ പറയും. ഇപ്പൊ എന്താ എലമെന്റൽ ഫോം ആണ് എങ്കിൽ അവിടുത്തെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്തായിരിക്കും 0 ആയിരിക്കും. പറയുമ്പോ
എന്താ ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ഫോമിൽ ഇരിക്കാൻ വേണ്ടി എന്തെങ്കിലും എൻതാൽപ്പി വേണോ? വേണ്ട, അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ആൻ എലമെന്റ് ഇൻ ഇറ്റ്സ് മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഈസ് 0. അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കണം. ഈ ഒരു എക്സാമ്പിള്, ഈ ഒരു കേസിലൊക്കെ ഞാൻ എക്സാമ്പിൾസ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല, അത് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് എക്സാമ്പിൾ സ്പെഷ്യലി മാർക്ക് ചെയ്യാത്ത ഡെഫിനേഷൻസും വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. നോക്കാം, ഇവിടുത്തെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കാർബൺ ഇൻ ഫോം ഓഫ് ഗ്രാഫൈറ്റ് ആണ് ഇവിടുത്തെ റിയാക്ടന്റിനെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഗ്രാഫൈറ്റിൽ എന്താ ഉള്ളത്? കാർബൺ ആറ്റംസ് മാത്രമാണ് ഉള്ളത്. ഇവിടുത്തെ റിയാക്ടിങ് ആയിട്ടുള്ള എലമെന്റ് കാർബൺ ആണ്. കാർബണും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടായി? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. ഇവിടെ എന്താ ഫോം ചെയ്തേക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പൊ 1 മോള് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്ന എൻതാൽപ്പിനെയാണ് എന്താ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയാ. അതെന്താ? -393.5 കിലോ ജൂൾ ആണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കറസ്പോണ്ടിങ് കോമ്പോസിഷൻ എന്താ? കാർബണും ഓക്സിജനും ആണ്. അപ്പൊ കാർബണും ഓക്സിജനും റിയാക്ട് ചെയ്തിട്ട് 1 മോള് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാൻ വേണ്ടി എത്രത്തോളം എൻതാൽപ്പി വേണോ അതിനെയാണ് എന്ത് പറയാ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയാം. ഇവിടെ നോക്കാം, സിമ്പിള് മൈനസ് ആണ്. മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? അത്രത്തോളം എനർജി അത് യൂസ് ചെയ്തിട്ടുണ്ട് ആ സിസ്റ്റം, അത്രത്തോളം എൻതാൽപ്പി യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പ്രോസസ്സ് അവിടെ നടന്നേക്കുന്നത് എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. കിട്ടിയോ? നിക്ക് കറക്റ്റ് 9:30 ആകുമ്പോ നിർത്തുമോ അതോ കുറച്ചും കൂടി എടുക്കോ? ഹലോ, കറക്റ്റ് 9:30 നിർത്താറുണ്ടോ? എല്ലാം 1 അവർ ആണ് മിസ്, എല്ലാ ക്ലാസ്സും 1 അവർ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ എക്സാക്ട്ലി 1 അവർ കഴിയുമ്പോ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇതുവരെയുള്ള പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് നോക്കിയിട്ട് പറയോ. ഫസ്റ്റ് പേജ് തൊട്ട് കാണിച്ചു പോവാം. മാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. ഈ ഫസ്റ്റത്തെ തെർമോകെമിക്കൽ ഇക്വേഷൻസിൽ നിങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചാൽ മതി. അല്ലാതെ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണാപ്പാഠം പഠിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഈ റെഡ് വെച്ചിട്ടുള്ള അണ്ടർലൈൻ ചെയ്തേക്കുന്ന കാര്യങ്ങളൊന്ന് കൂടുതൽ ശ്രദ്ധിക്കാം. പിന്നെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കണം. അതിന്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ഇക്വേഷൻ പഠിക്കണം. ടേംസ് എന്തൊക്കെയാണ് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ടാവും. ഡെൽറ്റ യു അനുസരിച്ചിട്ട് എന്താണ് എനർജി, ക്യൂ ഹീറ്റ് എന്ന് മാത്രം കൊടുത്താലും മതി. ഡബ്ല്യു വർക്ക് ഡൺ എന്നുള്ള രീതിയിലും കൊടുക്കാം. പ്ലസും മൈനസും ഒക്കെ വരുന്നതനുസരിച്ച് ആ ഒരു വേരിയേഷൻ വരുന്നത് മാത്രം, ഈ എക്സ്പ്ലനേഷൻ മാറുന്നത് മാത്രമേ ഉള്ളൂ. ഇന്റർണൽ എനർജി എന്താണ് പഠിച്ചു വെക്കുക. വേരിയബിൾ ആണ് എന്നുള്ളത് പഠിക്കണം. എന്താ എക്സാക്ട്ലി നമുക്ക് വാല്യൂ കണ്ടെത്താൻ പറ്റില്ല, ചേഞ്ച് കണ്ടെത്തത്തുള്ളൂ. ഡെൽറ്റ യു ഫൈനൽ മൈനസ് ഇനീഷ്യൽ, അത് മനസ്സിലാക്കി വെക്കണം. ഏതാണോ ഫൈനൽ സ്റ്റേറ്റ് അതിൽ നിന്ന് ഇനീഷ്യൽ വേണം മൈനസ് ചെയ്യാൻ. പിന്നെ എന്താ ഇന്റർണൽ എനർജി നമുക്ക് 2 രീതിയിൽ വേരി ചെയ്യാം. ഒന്നെങ്കിൽ ഹീറ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വർക്ക് ഉപയോഗിച്ചിട്ട്. 2 രീതിയിൽ ഹീറ്റ് അപ്ലൈ ചെയ്യാനും പറ്റും, അല്ല ഹീറ്റ് ആ സിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പറ്റും, ഹീറ്റ് ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോകാനും പറ്റും. ടു ആൻഡ് ഫ്രം രണ്ടും ഉണ്ടെന്ന് ഓർത്ത് വെക്കാം. പിന്നെ ഹീറ്റും വർക്കും എന്താന്ന് നോക്കാം. രണ്ടും പാത്ത് ഫങ്ഷൻസ് ആണ്. പാത്ത് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു എങ്ങനെ ആ ഒരു ഫോമിലേക്ക് എത്തി എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തി എന്നുള്ള വഴിനെ അത് ഡിപ്പെൻഡഡ് ആണ്. അതുകൊണ്ടാണ് പാത്ത് ഫങ്ഷൻ എന്ന് പറയുന്നുണ്ടാവുക. പിന്നെ പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. പിന്നെ ഈ ഒരു ഇക്വേഷൻ പ്രഷർ വോളിയം വർക്ക് എന്നുള്ള രീതിയിലേക്ക് ഡബ്ല്യുവിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ അവിടുത്തെ ഇന്റർണൽ എനർജി എന്തിന് ഈക്വൽ ആയിരിക്കും? ഹീറ്റിന് ഇക്വലന്റ് ആയിരിക്കും. എൻതാൽപ്പി എന്നാ നോക്കാം. എൻതാൽപ്പി U + PV ആണ്. എക്സ്പാൻഷൻ നോക്കാം. കോൺസ്റ്റന്റ് പ്രഷറിൽ എൻതാൽപ്പി എന്തിന് ഈക്വൽ ആയിരിക്കും? ഹീറ്റ് കണ്ടന്റിന് ഈക്വൽ ആയിരിക്കും. ഗ്യാസസിന്റെ കേസിൽ നമുക്ക് എൻതാൽപ്പിയുടെ ഇക്വേഷൻ മോഡിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഡെൽറ്റ H =
ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്ന് പറയാ. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ചേഞ്ച് ഇൻ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടോ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് റിയാക്ടൻസ്, അത് നോക്കാം. പിന്നെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലാണ് ആ റിയാക്ഷൻ നടക്കുന്നത്. റിയാക്ടൻസും പ്രോഡക്ട്സും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് എങ്കിൽ അങ്ങനത്തെ ഒരു റിയാക്ഷനിലെ എൻതാൽപ്പി ചേഞ്ചിനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് പറയാ. കുറെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പീസ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്യുവർ ഫോം ഓഫ് റിയാക്ടൻസ് ഇൻ എലമെന്റൽ ഫോം റിയാക്ട് ചെയ്തിട്ട് ആ കറസ്പോണ്ടിങ് കോമ്പൗണ്ടിന്റെ 1 മോള് ഉണ്ടാവാൻ വേണ്ടി എത്രത്തോളം എൻതാൽപ്പി യൂസ് ചെയ്തോ അതിനെയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയാം. ഇതുവരെയുള്ളത് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്തോളൂ. അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിലേക്ക് ഈ പോർഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചിട്ട് വരണേ. താങ്ക് യു ഓൾ.